സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എത്ര പേർക്ക് ശിംശോനെ അറിയാം? എങ്ങനെ അറിയാം? ബൈബിളിൽ ശിംശോനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ, അത് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ശിംശോനെ അറിയാം. ശിംശോന്റെ മാതാപിതാക്കൾ ആരാണ്? മനോഹ ദമ്പതികൾ. അമ്മയുടെ പേര് എഴുതിയിട്ടില്ല. മനോഹയുടെ ഭാര്യ എന്നാണ് പറയുന്നത്. മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്കൊരു മകനെ ഞാൻ നൽകും, അവൻ വലിയവനായിത്തീരും, അവൻ പരിശുദ്ധനായിട്ട് ജീവിക്കണം, നീ അശുദ്ധമായത് തുടരുത്, അതുപോലെ വീഞ്ഞു കുടിക്കുവാൻ പാടില്ല, നിനക്ക് ജനിക്കുന്നതായ മകനെ എനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കണം, അവൻ നാസീർ വ്രതം അനുഷ്ഠിച്ചിരിക്കണം എന്ന് ദൂതൻ പറഞ്ഞതനുസരിച്ച് അവൾ തന്റെ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ബൈബിളിൽ അത് അക്ഷരികമായിട്ട് കാണുമ്പോൾ അതിൻ്റെ ആഴത്തിൽ ആത്മീയമായിട്ടുള്ളതായ സാരാംശമുണ്ട്. നാം ബൈബിൾ ധ്യാനിക്കുകയാണെങ്കിൽ, ബൈബിൾ സ്റ്റഡിയിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ കഴിയും. എന്നാൽ നാം പ്രസംഗിക്കുന്ന സമയത്ത് അതിലുള്ളതായ വചനത്തിൻ്റെ സാരാംശം മാത്രമായിരിക്കും എടുക്കുന്നത്. മനോഹ ദമ്പതികൾ പറയുവാനിടയായി, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്തുവാൻ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ വീണ്ടും ആ ദൈവദാസൻ, ആ ദൈവത്തിൻ്റെ ദൂതൻ, ആ കർത്താവ്, നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട, പലയിടത്തും ദൈവദൂതനെന്നും ദാസനെന്നും കർത്താവെന്നുമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആരാണ് പറഞ്ഞത് എന്നുള്ളതല്ല പ്രധാനം. ആരാൽ പറയപ്പെട്ടു, എന്താണ് പറഞ്ഞത് എന്നതാണ് പ്രധാനം. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ശിംശോൻ ജനിക്കുവാനിടയായി. അതുപോലെ ശിംശോൻ യൗവനപ്രായത്തിൽ നാസീർ വ്രതം അനുഷ്ഠിച്ചു, അതുപോലെ അഭിഷേകം ചെയ്യപ്പെട്ടു. അവൻ വീഞ്ഞു കുടിക്കാതെ നാസീർ വ്രതം അനുഷ്ഠിച്ചു, അശുദ്ധമായതൊന്നും തൊടാതെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുന്നതായ സമയത്ത് അവന്റെ മുൻപിൽ ആർക്കും നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ അവൻ അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു. കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന സമയത്ത് ശിംശോൻ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർ വിറയ്ക്കുമായിരുന്നു. ശത്രുക്കൾക്ക് ഉറക്കമില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ശിംശോൻ ഒരു ദിവസം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുവാനിടയായി. ഒരു സ്ത്രീയെ കണ്ടതായിട്ട് പറയുന്നു. അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. മകനെ, നീ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നാണോ വിവാഹം കഴിക്കുന്നത്? നമുക്ക് സ്വന്തം ആളുകൾ ഉണ്ടല്ലോ. ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു അവിശ്വാസിനിയെ നീ വിവാഹം കഴിച്ചാൽ, പിശാചിന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ അമ്മാവൻ ആരാണ്? പിശാചിന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ അമ്മാവൻ ആരാണ്? സാത്താനാണ് അമ്മാവൻ. നിന്റെ അമ്മാവൻ അവനാണെങ്കിൽ നിന്നെ എന്തു ചെയ്യുമെന്നറിയാമോ? എങ്ങനെ നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി, എങ്ങനെ നിന്നെ ഒതുക്കിക്കളയാൻ വേണ്ടി പരിശ്രമിക്കുമെന്നറിയാമോ? അതുകൊണ്ട് വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ചെന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞു. വൈകുന്നേരം തന്നെ കലഹമുണ്ടായി. കലഹമുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് പോയി. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി, വേഗം വീട്ടിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചിന്തിച്ചു, ഇതിനു മുമ്പ് നേരത്തെ ഇറങ്ങിപ്പോകുന്ന മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഹസ്ബൻഡ്സുകളാണുള്ളത്. എന്താണ്? പിണങ്ങിപ്പോകുന്നതായ ഭർത്താക്കന്മാരാണ് ഈ കാലത്തുള്ളത്. പണ്ടൊക്കെ ഭാര്യമാരായിരുന്നു പിണങ്ങിപ്പോകുന്നത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ വരുമായിരുന്നു. എന്നാൽ ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന കാര്യം ചിന്തിക്കുക. ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇന്നുള്ള മനുഷ്യർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടുംബജീവിതത്തിന്റെ വിലയറിയില്ല. ഒരിക്കൽ വിവാഹത്തിൽ കൂടി ഒരുമിച്ച ശേഷം ഭർത്താവ് ഭാര്യയെ വിട്ടുമാറാൻ പാടില്ല, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ ശിംശോൻ ഒരു തെറ്റിനു മീതെ ഓരോന്നോരോന്നായിട്ട് ചെയ്തതുപോലെ ഇന്നുള്ളതായ ജനവും അങ്ങനെയാണ് ആവർത്തിക്കുന്നത്.
തെറ്റായ രീതിയിൽ ചെന്ന് വിവാഹം കഴിച്ചു. പിന്നീട് അവിടെ വഴക്കുണ്ടാക്കി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഭാര്യ വേണമെന്ന് പറഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ തന്നെ അമ്മാവൻ പറയുകയാണ്, മകനെ, നീ യഥാർത്ഥമായി പിണങ്ങിയെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എൻ്റെ മകളെ നിന്റെ സ്നേഹിതന് വിവാഹം കഴിച്ചു കൊടുത്തു. വേണമെങ്കിൽ 2ാമത്തെ മകളുണ്ട്, അവളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അവർക്ക് എത്ര വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല. അവരുടെ രീതി അതാണ്, അവരുടെ സംസ്കാരം അതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് വലിയ തെറ്റായിട്ട് തോന്നില്ല. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അവന് നടന്നില്ല. അവൻ ദൈവത്തെ ധിക്കരിച്ചു. അവന്റെ ശരീരത്തെ അശുദ്ധിയാക്കി പാപം ചെയ്തു. അന്നു മുതൽ അവന്റെ ഹൃദയത്തിലൊരു സ്വസ്ഥതയുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായ ശിംശോൻ ദലീലയ്ക്ക് ചെന്ന് കീഴ്പ്പെടുവാൻ ഇടയായി. ഒരു നിമിഷം ചിന്തിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം 16-ാം വാക്യം. ഇങ്ങനെ അവൾ അവനെ ദിനംപ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ടു തൻ്റെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അപ്പോൾ അവൻ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി എന്നാണോ? വചനം എന്താണ് പറയുന്നത്? പാപം വിട്ടിട്ട് ഓടുക, നീ ദുർനടപ്പ് വിട്ടിട്ട് ഓടിപ്പോവുക. എന്നാൽ ഇവിടെ എന്താണ്? പാപത്തിങ്കിലേക്ക് ഓടി അടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീ അവനെ കൊടുക്കുവാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് അവന് അറിയാമായിരുന്നു. നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് പറയണം, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് പറയണമെന്ന് നിരന്തരം ചോദിച്ചു ബുദ്ധിമുട്ടിച്ചപ്പോൾ അവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയാനിടയായി. അങ്ങനെ 3 തവണ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ അവനെ ബന്ധിച്ചിട്ട് ഇതാ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ച് വെളിയിൽ വരുവാനിടയായി. നോക്ക്, ഇവളെന്നെ ഫെലിസ്ത്യരെ കൊണ്ട് പിടിപ്പിക്കുവാനായി തന്ത്രം മെനയുകയാണെന്നറിയില്ലേ? എന്റെ ശക്തിയുടെ രഹസ്യം ഇവൾക്കെന്തിനാണ്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാപിച്ചെടുത്ത ശക്തിയുടെ രഹസ്യം ഇവളെന്തിനറിയണം? ഇവളെന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടെ? എന്നാൽ വീണ്ടും അവിടേക്ക് പോവുകയാണ്. വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു, വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്ന് നോക്കാം. 15-ാം വാക്യം വായിക്കുക. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു എന്ന്. ഇവൻ എല്ലാ ദിവസവും അവളോട് പറയുകയാണ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന്. എന്താണ്? എന്നോട് നിനക്ക് സ്നേഹമില്ലാതിരിക്കെ എന്തിനെന്നോട് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നു, എന്നെ നീ വഞ്ചിക്കുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്തുകൊണ്ട് നീ നൽകുന്നില്ല എന്ന് പറഞ്ഞ് വാക്കുകളാൽ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവൾ വീണ്ടും ഇവനെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഇവൾ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നുകൂടെ? നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, പക്ഷേ ഞാൻ അബദ്ധവശാൽ ഒരു പാപം ചെയ്യാനിടയായി, ഞാൻ ഇനിയും ഈ പാപത്തിൽ മുൻപോട്ട് പോവുകയില്ല, ഈ പാപം എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നുകൂടെ? എന്താണ് ചെയ്തത്? അവിടെ തന്നെ ഇരിക്കുവാനിടയായി. അവളാണെങ്കിൽ എല്ലാ ദിവസവും ഇവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, എന്നോട് പിണക്കമല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുകയാണ്. അവളുടെ വാക്കുകൾ സഹിക്കവയ്യാതെ ഇവന് വളരെ ബുദ്ധിമുട്ട് തോന്നി. എന്തൊരു ഗതികേടാണിത്! സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവളും എൻ്റെ സ്വസ്ഥത കെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവുകയല്ലേ യഥാർത്ഥമായി ചെയ്യേണ്ടത്? പ്രാണൻ രക്ഷിച്ചുകൊണ്ട് ഓടിപ്പോണ്ടതിന് പകരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതാണ് പിശാചിന്റെ തന്ത്രം. അങ്ങനെ ഇന്ന് എത്രയോ യൗവനക്കാർ തങ്ങളുടെ തെറ്റുകൾ ഉപേക്ഷിക്കുവാൻ കഴിയാതെ, തങ്ങൾ ചെയ്ത പാപം മറക്കുവാൻ കഴിയാതെ, തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടത മറക്കുവാൻ കഴിയാതെ, തങ്ങൾ ഗതികെട്ടിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് പോകാൻ അവർ ചിന്തിക്കുന്നില്ല, മറിച്ച് മരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും പാപം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ട് ആ പാപത്തിൻ്റെ വേദനയിൽ നിന്ന്, ആ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര അറിവില്ലായ്മയാണ്! ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആ യൗവനക്കാർ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വേദനയോ, എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖമോ, എൻ്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല എന്ന വേദനയോ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് വരിക. അവൻ്റെ മുൻപിൽ വന്നിട്ട് പാപങ്ങൾ ഏറ്റുപറയുക.
എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ശിംശോൻ ആ ദിവസം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം മറ്റൊരു രീതിയിലാകുമായിരുന്നു. മൂന്നാം തവണയും അവൾ ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, യഥാർത്ഥമായിട്ട് ഞാൻ നാസിർ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ തലമുടി മുറിക്കുവാൻ പാടില്ല, അത് ഞാൻ നിബന്ധന ചെയ്തതാണ്, അതിലാണ് എൻ്റെ ശക്തിയുടെ രഹസ്യമെന്ന് പറഞ്ഞിട്ട് അവളുടെ മടിമേൽ തലവെച്ച് കിടന്നുറങ്ങിയ സമയത്ത് അവൾ കത്രിക കൊണ്ടുവന്ന് അവന്റെ മുടി മുറിച്ചു മാറ്റി പറയുന്നു, ഇതാ ഫെലിസ്ത്യർ കടന്നു വരുന്നു, നിന്റെ നേരെ കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശിംശോൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. 20-ാം വാക്യം, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ ഉറക്കമുണർന്ന് യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയുമെന്ന് വിചാരിച്ചു. അതായത് പാവം യഹോവ അവനെ വിട്ടൊഴിഞ്ഞു എന്ന കാര്യം അവൻ മനസ്സിലാക്കിയില്ല. എന്താണ് യഹോവയെ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ് കളയും എന്ന് വിചാരിച്ചു. ഇത്രയും നാൾ തന്നെ നിർത്തിയത്, തന്നെ ബലപ്പെടുത്തിയത് ദൈവമാണെന്നുള്ളതായ ബോധ്യമില്ലായിരുന്നു. തന്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിവസിക്കുന്നത് കൊണ്ടാണ് അവരെ ജയിക്കുവാൻ കഴിഞ്ഞത്, ശത്രുവിനെ ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോകാനിടയായി. പാപം ചെയ്യുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിവസിക്കില്ല. നീ പാപത്തിന് അടിമയായി ജീവിച്ചിട്ട് കർത്താവിനോട് ക്ഷമയാചിച്ചിട്ട് വീണ്ടും അതേ പാപം തന്നെ പിന്തുടർന്നാൽ, വീണ്ടും നീ പശ്ചാത്തപിച്ചാലും വീണ്ടും നീ ഒരുപാട് ആഗ്രഹിച്ചാലും ശരി, നിനക്ക് യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടാകില്ല. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും വായി തുറന്ന് കർത്താവിനോട് എല്ലാവരും സംസാരിച്ചാട്ടെ. ഇപ്പോൾ തന്നെ നീ പോർണോഗ്രഫിക്ക് അടിമയായിട്ടുണ്ടോ? ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ട് ജീവിക്കുകയാണോ? അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ? നിനക്ക് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയിരിക്കുന്ന അവസ്ഥയിലാണോ? അരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയിരിക്കുന്ന കർത്താവുണ്ട്. അനുസരിക്കാത്തവരോട് കരം നീട്ടി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇപ്പോഴെങ്കിലും, ഇന്നു മുതലെങ്കിലും നീ എൻ്റെ അടുക്കിലേക്ക് വരാൻ പറയുന്നു. നീ ഏതവസ്ഥയിലാണെങ്കിലും, നിന്റെ സാഹചര്യം എന്താണെങ്കിലും, നിന്റെ സാഹചര്യം ഏതാണെങ്കിലും നിന്നോട് മനസ്സലിവ് കാട്ടാൻ കർത്താവ് ഒരുക്കമാണ്. നിന്നെ പുതിയ വ്യക്തിയാക്കി തീർക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിന്നാൽ സ്നേഹിക്കപ്പെടുന്ന ഞങ്ങളെ ഒരിക്കൽ കൂടി ദർശിക്കണമേ. നീ തിരഞ്ഞെടുത്ത യൗവനക്കാരായ മക്കളെ നോക്കണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ അഴിച്ചു കളഞ്ഞതുകൊണ്ട് എല്ലാ മക്കൾക്കും രക്ഷാഭാഗ്യം കൊടുക്കണമേ. കർത്താവേ, ഇനി ഒരു ക്ഷണം പോലും ഞങ്ങളുടെ യൗവന മക്കൾ ഇനിയും ഒരു ക്ഷണം പോലും പിശാചിന്റെ കൂട്ടാളികളായിരിക്കുവാൻ പാടില്ല കർത്താവേ. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. ഈ സമയത്ത് യൗവനക്കാരായിരിക്കുന്ന എല്ലാ മക്കളെയും പിശാചിന്റെ പിടിയിൽ നിന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണപ്പാ. അവരോട് നീ മനസ്സലിയുമാറാകണമേ. ഇത്രയും നാൾ അവർ പിന്തുടർന്നു വന്നതായ ആ പാപത്തെ വെറുക്കുവാൻ ആവശ്യമായ കൃപ, ആ ശക്തി അവർക്ക് കൊടുക്കുമാറാകണമേ. എല്ലാവരുടെയും മേൽ നിന്റെ കൃപ കൊടുക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഇതാ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ ആലയമാക്കി മാറ്റണമേ. പ്രാർത്ഥനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ